പുനർജനി കേസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ നടപടി അവസാനിപ്പിച്ചതിനെതിരെ സിപിഐഎം. വി.ഡി. സതീശൻ വിദേശത്ത് ഫണ്ട് അഭ്യർത്ഥിച്ചതിന് തെളിവുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ വി.ഡി. സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. അതുപോലെ വിദേശത്തുനിന്ന് ഫണ്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ നിയമം അനുവദിക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പ്രത്യേകമായ അനുവാദത്തോടു കൂടി വേണം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ. പ്രളയത്തിൻ്റെ ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിമാർക്കുൾപ്പെടെ വിദേശത്ത് പോയി കേരളത്തിൻ്റെ ആകെ ദുരന്തത്തെ വിദേശത്തുള്ള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരൊരു ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത്? അസാധാരണ സംഭവമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കമുണ്ടായെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ നീക്കം മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി വി.ഡി. സതീശൻ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. Firstly, when you are going to construct a house, the first priority is that a paralyzed man, if there is a paralyzed man in the house, he will give the first priority. And the children who are affected, autism, mentally retarded and cerebrally palsy, they will give the second priority. And the third priority will go to the woman-headed families. And now when you are around the table, 10 people are there. You are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. Then we will go to, our team will go there and there will be a physical examination, whether it is right or wrong. Then you can also, anybody can go there and random examination, random scrutiny, everything can be done. And we are the guarantee. I'm giving you the guarantee that it will reach the genuine hands. Right, I mean that's the question that Jerry and I was sort of asking before. MLA എന്ന നിലയിൽ വിദേശത്തേക്ക് യാത്ര നടത്താൻ വി.ഡി. സതീശൻ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും അനുമതി വാങ്ങിയിട്ടില്ലെന്നും ആഭ്യന്തര വകുപ്പിന്റെ അനുവാദം കിട്ടിയിട്ടില്ലെന്നുമാണ് വസ്തുതാപരമായി പുറത്തുവന്ന വാദം. വിദേശത്ത് നിന്നും ഫണ്ട് അഭ്യർത്ഥിക്കാനുള്ള അവകാശം നിയമം അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകമായ അനുമതി വേണം. പ്രളയത്തിന്റെ ഘട്ടത്തിൽ കേരളത്തിന്റെ ആകെ ദുരന്തത്തെ വിദേശത്ത് പോയി അവതരിപ്പിക്കാൻ മന്ത്രിമാർ കേന്ദ്രത്തോട് അനുമതി തേടിയപ്പോൾ അനുവാദം ലഭിച്ചിരുന്നില്ല, എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആരുടെയൊക്കെ സഹായം ലഭിച്ചു, എത്രത്തോളം ഫണ്ടാണ് ലഭിച്ചത് എന്നതിലെല്ലാം പരിശോധന വേണം. വിദേശത്ത് നിന്നും 26,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നാണ് ശേഖരിച്ചതെന്ന് അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് ഇത് എത്തിയിട്ടുള്ളത്. വിദേശത്ത് നിന്നും ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും അതിന് അനുമതി ലഭിച്ചിട്ടില്ലെന്നും ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി ക്ലീൻ ചിറ്റ് നൽകിയത്? ആഭ്യന്തര വകുപ്പിന്റെ നീക്കം മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം.
ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവൻസ് ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 974545. വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.